പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥി ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റാങ്കിന് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി LBS റാങ്ക് ലിസ്റ്റും ഇൻഡെക്സ് മാർക്കും പ്രസിദ്ധീകരിച്ചാൽ ഈ ഒരു ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള റാങ്കും അതുപോലെ തന്നെ കാറ്റഗറിയും ഏതാണ് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിന് മറുപടിയായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ, അഡ്മിഷൻ ഉറപ്പാണോ, സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം റിപ്ലൈ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. LBSൻ്റെ മുൻപ് പ്രസിദ്ധീകരിച്ചിരുന്ന ഷെഡ്യൂൾ പ്രകാരം ഈ മാസം 8-ന് റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കും പ്രസിദ്ധീകരിക്കും എന്നായിരുന്നു. എന്നാൽ അതിലിപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. ജൂലൈ 15-ന് ശേഷം മാത്രമേ വരൂ എന്നാണ് LBSൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചത്. പബ്ലിഷിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇന്ന് LBSുമായി ബന്ധപ്പെടുന്നതാണ്. പുതിയ ഇൻഫർമേഷൻ ലഭിക്കുകയാണ് എങ്കിൽ അത് ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി വെബ്സൈറ്റിൽ റാങ്കും ഇൻഡെക്സ് മാർക്കും വന്നാൽ എങ്ങനെയാണ് അത് പരിശോധിക്കുക എന്നുള്ള കാര്യം അറിയാം. ഇത് വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധാരണ 2 മെത്തേഡുകളാണ് ഉണ്ടാകാറുള്ളത്. ഒന്നാമതായി വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ തന്നെ അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളുടെയും ഇൻഡെക്സ് മാർക്കും റാങ്കും നൽകിയിട്ടുള്ള ഒരു ലിങ്ക് നൽകുന്നതാണ്. എന്നാൽ ആ ഒരു ലിങ്കിൽ കയറി നിങ്ങളുള്ള പേജിലേക്ക് എത്തി 1000-ഓളം പേജുകളിലായിട്ട് ഏകദേശം 1,00,000-ഓളം വിദ്യാർത്ഥികൾ അതിലുണ്ടാകാറുണ്ട്. അതിൽ കയറി നിങ്ങളുടെ പേജിലേക്ക് എത്തി നിങ്ങളുടെ റാങ്കും ഇൻഡെക്സും കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രയാസമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു വെബ്സൈറ്റിലേക്കുള്ള കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പേജിൽ ഇടതുവശത്ത് മുകളിലായിട്ട് കാണുന്ന 3 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് അതിൻ്റെ താഴെ ലോഗിൻ എന്നൊരു ലിങ്ക് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ID-യും അതുപോലെ തന്നെ പാസ്വേഡുമാണ് നൽകേണ്ടത്. അഥവാ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ID-യും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നൊരു ലിങ്ക് ഇവിടെ കാണാം. അതുവഴി നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന ലിങ്കിൽ രജിസ്ട്രേഷൻ ID-യും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. പാസ്വേഡ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ലിങ്ക് വഴി പുതിയ പാസ്വേഡ് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ലോഗിനായി പ്രൊഫൈൽ പേജിലേക്ക് എത്തി. ഈ ഒരു പ്രൊഫൈൽ പേജിൽ കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള ഇൻഡെക്സും റാങ്കും കാണിക്കുന്നതായിരിക്കും. മുൻ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഫൈൽ പേജാണ് ഈ വർഷം LBS വെബ്സൈറ്റിലുള്ളത്. കഴിഞ്ഞ വർഷത്തെ പ്രൊഫൈൽ പേജ് ഓപ്പൺ ചെയ്താൽ തന്നെ റാങ്കും ഇൻഡെക്സും അറിയാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഈ വർഷം മിക്കവാറും ഇടതുവശത്തെ ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ഇൻഡെക്സും റാങ്കും അറിയാൻ വേണ്ടി സാധിക്കുക. റാങ്ക് ലിസ്റ്റും ഇൻഡെക്സും വന്നാൽ കൃത്യമായിട്ടുള്ള ഡെമോ വീഡിയോ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി പല വിദ്യാർത്ഥികൾക്കുമുള്ള ആശങ്കയാണ്, കീം എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നോർമലൈസേഷൻ പ്രോസസ്സ് വഴി കേരള ഹയർ സെക്കൻഡറി പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവർക്ക് ലഭിച്ചിരുന്ന +2-വിൽ ലഭിച്ചിരുന്ന അതേ സ്കോർ തന്നെ കീമിലെ ഒരു പ്രത്യേക ഫോർമുല വെച്ചുകൊണ്ട് നോർമലൈസ് ചെയ്തപ്പോൾ അതിൽ അവർക്ക് കുറവ് വന്നു. അതായത് ഫുൾ സ്കോർ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിൽ അതിൽ ഫുൾ സ്കോർ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് നോർമലൈസേഷൻ പ്രോസസ്സ് വഴി പിന്നീട് അവർക്ക് നൽകിയ സ്കോർ 286 ആയിരുന്നു. അതുപോലെ ഇതിലും LBSലും നോർമലൈസേഷൻ ഉണ്ടോ എന്നാണ് ചില വിദ്യാർത്ഥികളുടെ സംശയം. എന്നാൽ കേരള +2 പഠിച്ച വിദ്യാർത്ഥികളാണ് എങ്കിൽ നോർമലൈസേഷൻ എന്നൊരു പ്രോസസ്സ് LBSൽ ഇല്ല. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവർക്ക് എത്രയാണ് അവരുടെ മാർക്ക് ലിസ്റ്റിൽ ഉള്ളത് അതുപോലെ തന്നെ, അതായത് അവർക്ക് 360-ലാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് സെക്കൻഡ് ഇയറിൽ ഉണ്ടാവുക. അത് 300-ലേക്ക് കൺവേർട്ട് ചെയ്ത് അത് എത്രയാണോ അത് ഡയറക്റ്റ് ആയിട്ട് ഇൻഡെക്സ് മാർക്കായിട്ട് കണക്കാക്കുന്നതാണ്. അതിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നതല്ല. എന്നാൽ CBSE, ICSE പോലുള്ള സ്ട്രീമുകളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് എങ്കിൽ അവരുടെ സ്കോറിന് ഒരു നോർമലൈസേഷൻ പ്രോസസ്സ് ഉണ്ട്. ഒരു പ്രത്യേക ഫോർമുല ഉപയോഗപ്പെടുത്തിയാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ഫോർമുലയാണ്, അത് ഉപയോഗപ്പെടുത്തിയാണ് ഇത് നോർമലൈസ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ലഭിക്കുന്ന സ്കോറാണ് ഇൻഡെക്സ് മാർക്കായിട്ട് കണക്കാക്കുക. അങ്ങനെ നോർമലൈസ് ചെയ്താലും അത്തരം വിദ്യാർത്ഥികൾക്ക് സാധാരണ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാറില്ല. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ അതുപോലെ മറ്റ് BSc നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി എല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളേവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.